നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ അലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം, വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഇപ്പം വാട്സപ്പിൽ വരുന്നുള്ള അത്യാവശ്യം ഒരുവിധം സ്റ്റാറ്റസുകൾ മുഴുവൻ ക്രിയേറ്റ് ആയി വരുന്നത്, അല്ലെങ്കിൽ അത് എന്താ പറയുക ഒരുവിധം സ്റ്റാറ്റസുകളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ വെച്ചിട്ടായിരിക്കും. കാരണം അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ഒരു അലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഫസ്റ്റ് ടൈം ഒരാൾ എടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് കുറച്ചൊന്ന് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന, നല്ല രീതിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു അലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ഈ ഒരു അലൈറ്റ് മോഷൻ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകും, നിങ്ങൾക്കും അതുപോലെ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടാവും. അങ്ങനെ നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്ത് നമുക്കും താല്പര്യം ഉണ്ടാവും ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ കാര്യം തന്നെയാണ്. സിമ്പിൾ ആയിട്ട്, അതായത് ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഇതിന്റെ ഒരു പാർട്ട് 2 ഉടൻ തന്നെ വരും. അതായത് കുറച്ചും കൂടെ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ വരും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട്, അതായത് തികച്ചും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ, നോ പ്രോബ്ലം. അപ്പോൾ എന്തായാലും എങ്ങനെ നമുക്ക് ഇതിലോട്ട് എന്താ പറയുക ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ട്രാൻസിഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുകയും ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നമുക്ക് തരുന്ന വലിയൊരു സപ്പോർട്ട് ആയിരിക്കും. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് അലൈറ്റ് മോഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ അലൈറ്റ് മോഷൻ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ അങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ വാട്ടർമാർക്ക് ഉണ്ടാവും. അതായത് അലൈറ്റ് മോഷൻ്റെ ആ ഒരു വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും. ഇനി ആ വാട്ടർമാർക്ക് നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ പൈസ കൊടുത്തിട്ട് അവരുടെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം അങ്ങനെ പൈസ കൊടുത്ത് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊന്നും എടുക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്, നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് അലൈറ്റ് മോഷൻ മോഡ് APK എന്നൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കിട്ടും. അപ്പോൾ അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പം അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അലൈറ്റ് മോഷനിൽ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം പറയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇൻഷോട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പവർ ഡയറക്ടറോ അല്ലെങ്കിൽ കൈൻ മാസ്റ്ററോ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ അത്ര സിമ്പിളായിട്ട് നമുക്കിത് മനസ്സിലാവില്ല. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. കുറച്ച് ടഫായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു സംഭവം കൂടെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു വിഷയത്തിലോട്ട് വരാം. അതായത് നമുക്കിപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നപ്പോൾ തന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങൾ കാണാൻ പറ്റും. അതായത് വെൽക്കം ടു അലൈറ്റ് മോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊന്നും നമ്മൾ നോക്കേണ്ടതായിട്ടില്ല. നമുക്കിവിടെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാം. അതായത് ഹോം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, പ്ലസ് ഐക്കൺ കാണാം, പ്രൊജക്റ്റ് എലമെൻറ്റ്സ്, ഇത്രയും ഓപ്ഷൻസ് ആണ്. ഇതിൽ നമ്മൾ ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആ ഒരു പ്ലസ് ബട്ടൺ. അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഉണ്ട്, അതായത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് സേവ് ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും വർക്കൊക്കെ പകുതിക്ക് വെച്ചിട്ട് ബാക്ക് അടിച്ച് പോയാൽ നമുക്ക് ഇവിടെ ഈ ഒരു പ്രൊജക്റ്റിൽ വന്നതിന് ശേഷം നമുക്ക് ആ ഒരു വർക്കൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കിത് എന്താ പറയുക, ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പം ഇവിടെ നമുക്ക് ആദ്യം തന്നെ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിന് ഒരു നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് ഇവിടുന്ന് റീനെയിം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ നെയിം. അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് ഈ ഒരു പ്രൊജക്റ്റിന് നെയിം കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ നെയിമും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പം അതുപോലെ തന്നെ നമുക്ക് അടിയിലായിട്ട് കുറച്ച് റേഷ്യോസും കാര്യങ്ങളൊക്കെ ആണ്. അതായത് നമ്മുടെ വീഡിയോയുടെ സൈസ്, നമുക്ക് ഏത് സൈസിലുള്ള വീഡിയോസാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 16:9 റേഷ്യോ ഉണ്ട്, അതുപോലെ തന്നെ 9:60 റേഷ്യോ ഉണ്ട്. അപ്പം നമുക്ക് ഏത് റേഷ്യോ ആണോ വേണ്ടത് ആ ഒരു റേഷ്യോയിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടൊരു പെൻസിൽ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കസ്റ്റമായിട്ട് തന്നെ നമുക്ക് വേണ്ട സൈസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ
എന്താ പറയുക 1080, അതുപോലെ തന്നെ 2340. അപ്പം ഇതാണ് നമ്മുടെ ഇവിടെ റേഷ്യോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഫ്രെയിം റേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഏറ്റവും കൂടിയ ഫ്രെയിം റേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ഇപ്പം ഇവിടെ 30 FPS ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ 30 FPS കൊടുത്തു. അതുപോലെ അടുത്തതായിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിൽ നമുക്ക് ബ്ലാക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റും ലൈറ്റ് ഗ്രേ ട്രാൻസ്പെറൻറ്റ് ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളർ കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്കിനാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അടിയിലായിട്ട് നമുക്ക് ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ട് വരും. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ആദ്യം തന്നെ നമുക്ക് ഷേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഷേപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ആനിമേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഷേപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഷേപ്പ് വന്നായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ ആ ഒരു എന്താ പറയുക, ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഷേപ്പിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് വലിപ്പവും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ കളർ ആൻഡ് ഫിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഷേപ്പിൻ്റെ കളറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഈ ഷേപ്പിന് എന്തെങ്കിലും ആനിമേഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിന് എന്തെങ്കിലും എന്താ പറയുക മൂവിങ് ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് ഷേപ്പിൻ്റെ കാര്യം ഞാനിപ്പോൾ അധികം കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ മെയിനായിട്ട് ഇമേജിൻ്റെ ആ ഒരു ഇമേജും വീഡിയോസും എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷനാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൻ്റെ മുകളിൽ, അതായത് ആ ഒരു സർക്കിൾ 1 എന്ന് പറയുന്ന ആ ഒരു ലെയറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം മുകളിലായിട്ട് ഡിലീറ്റ് ഓപ്ഷൻ കാണാം. ആ ഡിലീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഷേപ്പിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് ഇവിടെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഷേപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഷേപ്പുകളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരുപാട് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. എലമെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വെക്റ്റർ ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ടെക്സ്റ്റ് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്രയും ഓപ്ഷൻസ് ആണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ ഒരു ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏതൊരു വീഡിയോ ആണോ അല്ലെങ്കിൽ ഏതൊരു ഇമേജ് ആണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോസോ അല്ലെങ്കിൽ ആ ഒരു ഇമേജസോ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ വ്യൂ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാനും പറ്റും. വ്യൂ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലെ ഗാലറി നമുക്ക് ഓപ്പൺ ആയി വരും. അവിടെ നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ സെലക്ട് ചെയ്യാൻ വിചാരിച്ചുള്ള ഫോട്ടോ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫോട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കത് ഈ ഒരു ഇവിടുന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിലും എളുപ്പത്തിൽ നമുക്ക് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഫിൽ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഫിൽ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഫോട്ടോ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ ഫില്ലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതൊന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിൽ ഒന്നുകൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫോട്ടോ ഇവിടെ എന്താ പറയുക ഫില്ലായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, അതായത് നമുക്കിവിടെ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സെക്കൻഡ് മാത്രമാണ് ഈ ഒരു ഫോട്ടോയുടെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ ഡ്യൂറേഷൻ കൂട്ടും. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സ്റ്റാറ്റസ് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു 30 സെക്കൻഡ്സ് ആയിരിക്കും നമുക്ക് വേണ്ട ടൈം എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ലെയറിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു എയറോ മാർക്ക് ഉണ്ട്. അവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക സ്വൈപ്പ് ചെയ്ത് നമുക്കത് ഡ്യൂറേഷൻ കൂട്ടാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ, അതായത് ഒരു മീറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ടൈമറിൻ്റെ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ടൈം ലൈൻ്റെ ആ ഒരു ഓപ്ഷനില്ലേ ആ ഒരു ഓപ്ഷൻ ഫുള്ള് കുറച്ച് കൊടുക്കുക. കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഈ ഒരു ഡ്യൂറേഷൻ കൂടി കാണാൻ പറ്റും. അപ്പോൾ ആ ഡ്യൂറേഷനിൽ നമ്മൾ ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് നമുക്ക് എത്ര സെക്കൻഡാണോ വീഡിയോസ് വേണ്ടത് ആ ഒരു സെക്കൻഡിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ എന്താ പറയുക 30 സെക്കൻഡിലാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. 30 സെക്കൻഡിൽ വെച്ചു. അതിനുശേഷം ഇനി എങ്ങനെയാണ് ഇത് ട്രിം ചെയ്ത് കളയുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ലെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനും റൈറ്റ് സൈഡ് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ സെൻറ്ററിൽ ആ ഒരു സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം മതി, ഇതിൻ്റെ ബാക്കോട്ടുള്ള പോർഷൻ വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 3ാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്.
ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സെൻറ്ററിലാണ് കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പ്ലിറ്റ് ഓപ്ഷൻ സെൻറ്ററിലായിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ സെൻറ്റർ ഭാഗം കട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു, എനിക്കിപ്പോൾ ഈ ഒരു ഫോട്ടോ 2 ഫോട്ടോ ആക്കിയിട്ട് മാറ്റണം. അതായത് സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സെൻറ്ററിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ 2 ലെയർ ആയിട്ടുണ്ട്. അത് നമുക്ക് അതുകൊണ്ടുള്ളൊരു യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലെയർ, അതായത് ഫസ്റ്റിലുള്ള ഈ ഒരു ഫോട്ടോ ഒരു ആനിമേഷനും അതുപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള ഈ ഒരു ഫോട്ടോക്ക് മറ്റൊരു ആനിമേഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് നമ്മൾ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ഇവിടെ അൺഡു ഓപ്ഷനും അതുപോലെ തന്നെ റീഡു ഓപ്ഷനും ഉണ്ട്. അതായത് നമ്മൾ ചെയ്തിട്ടില്ല, ഇപ്പം ഞാൻ ഈ ഒരു സ്പ്ലിറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ബാക്കിയുള്ളത് ട്രിം ചെയ്തു. അപ്പോൾ ഈ ഒരു 2 ഓപ്ഷനും വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു അൺഡു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ആ ഒരു പഴയ രീതിയിലോട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റും. അപ്പം അൺഡു ക്ലിക്ക് ചെയ്തതിന് ശേഷം അല്ല, ആ ഒരു ഓപ്ഷൻ നമുക്ക് വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇവിടെ തിരിച്ച് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറയുന്നത്. അപ്പം വീഡിയോ കുറച്ച് ലെങ്ത് ആണ്, എല്ലാവരും മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇനിയിപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഇമേജിനെ നമുക്ക് എന്താ പറയുക, ഏകദേശം ഒരു ഏതെങ്കിലും ഒരു ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ലെയറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ ഒരു ഇമേജിൻ്റെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടിയിൽ ഇതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ലെയറിൻ്റെ ഫസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമേജിൻ്റെ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ ഒരു കീ ആഡ് ചെയ്യുക. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കീ ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഫോട്ടോ എവിടെയാണോ നമുക്ക് ഫോട്ടോ തുടങ്ങേണ്ടത് ആ ഒരു ഓപ്ഷനിലേക്ക് ഫോട്ടോ നമുക്ക് സ്വൈപ്പ് ചെയ്ത് ഇതുപോലെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് പോർഷനിലോട്ട് വരിക. ഓക്കെ, വീഡിയോൻ്റെ ലാസ്റ്റ് പോർഷനിലോട്ട് വന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും അടിയിലായിട്ട് സ്വൈപ്പ് ഹെർ ടു മൂവ് ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ നേരെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ നല്ലപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പം ഒരു എന്താ പറയുക റെഡ് ലൈൻ അതിലൂടെ പോകുന്ന കാണാൻ പറ്റും. അതിനർത്ഥം നമ്മുടെ ആ ഒരു സ്വൈപ്പ് ചെയ്യുന്നത് കറക്റ്റായിട്ടാണ്, കറക്റ്റ് സെൻറ്ററിലൂടെ ആണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ട് ആ ഒരു വീഡിയോയുടെ എൻഡിങ് വരെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെ സ്വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ആനിമേഷൻ, അതായത് ഇതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ മൂവ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേറെയും ആനിമേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇതുപോലുള്ള ഒരുപാട് ആനിമേഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പം അതിനെപ്പറ്റിയൊന്നും നമ്മളിപ്പം പറയുന്നില്ല, നമ്മൾ സിമ്പിളായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പം ചെറിയൊരു ആനിമേഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പം നമുക്കൊരു ആനിമേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഇതിലോട്ടൊരു ഓഡിയോ ഒരു മ്യൂസിക് നമ്മൾ ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നമ്മുടെ ഫോണിലുള്ള ഓഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പം ഏത് ഓഡിയോ ആണോ വേണ്ടത് ആ ഓഡിയോ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാനിപ്പം ഏതെങ്കിലും ഒരു ഓഡിയോ ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനായിട്ട് വ്യൂ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ശേഷം നമുക്ക് ഇവിടെ എന്താ പറയുക നമ്മുടെ ആ ഒരു ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഏതൊരു ഓഡിയോ ആണോ വേണ്ടത് ആ ഓഡിയോ നമ്മളിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു ഓഡിയോ ആണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോറി, ഇത് കോപ്പിറൈറ്റ് ഉള്ള ഓഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മളിവിടെ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓഡിയോ ആണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഓഡിയോസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് നമ്മളിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഡിയോ കൊടുക്കട്ടോ, മൂവീസിൻ്റെതായാലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓഡിയോ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഓഡിയോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ വീഡിയോയിലോട്ട് ആ ഒരു ഓഡിയോ ഇവിടെ സെലക്ട് ആവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് സ്പേസിൽ നമ്മൾ രണ്ട് വിരലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ സൂം ഔട്ട് ചെയ്യണം. അതായത് ഇതുപോലെ ഇങ്ങനെ സൂം ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വർക്ക് സ്പേസ് നമുക്ക് ഇതുപോലെ കുറച്ചുകൂടെ ഒന്ന് സ്മൂത്തായിട്ട് കാണാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ആ ഒരു സെക്കൻഡ് കാര്യങ്ങളൊന്നും കുറയില്ല, കറക്റ്റ് 30 സെക്കൻഡ് തന്നെ ഈ ഒരു വീഡിയോ ഉണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു വർക്ക് സ്പേസ് ഒന്നും കൂടി ഒന്ന് സ്മൂത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്തതായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ചെറുതായിട്ടൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ കാര്യമാക്കേണ്ട, അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ്.
ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് ലേഗ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിലോട്ട് ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആനിമേഷൻ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ബേസിക് കാര്യം മാത്രമേ പറയുള്ളൂ. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് എങ്ങനെ ഫോട്ടോ ചെറിയൊരു ആനിമേഷൻ കൊടുക്കാം, അതുപോലെ തന്നെ ഓഡിയോ എങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ഉൾപ്പെടുന്നുള്ളൂ. ഇനിയും ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ രീതിയിൽ വെറൈറ്റി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഈ ഒരു എലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പാർട്ട് 2 ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിക്ക് നമ്മൾ എന്താ പറയുക, നല്ലോണം പഠിച്ചതിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വീഡിയോക്ക് ഒരു ലൈക്ക് എന്നിട്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക, വേണോ വേണ്ടതെന്നുള്ളത് നമ്മൾ കുറച്ചും കൂടെ, അതായത് ഇപ്പോൾ നമ്മൾ ഇതിൽ ബേസിക് ആണല്ലോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കുറച്ചും കൂടെ എക്സ്ട്രാ ട്രാൻസിഷൻസും അതുപോലെ തന്നെ കുറച്ചും കൂടെ ഫെസിലിറ്റീസും ഒക്കെ കാര്യങ്ങളൊക്കെ, അതായത് ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പം വീഡിയോ നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് നല്ല കിടിലൻ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ ബൈ.